ബഹുമാനപ്പെട്ട ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര വികസനവും കരുതലുമാണ്. വികസന പ്രവർത്തനങ്ങൾ ഒരു വശത്ത് വേണം, അതുപോലെ തന്നെ പ്രത്യേക പരിഗണന വേണ്ട ജനവിഭാഗങ്ങൾ, അത് വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും ഒരു വിഭാഗമാണെങ്കിലും അതിന് പ്രത്യേകമായ പരിഗണന. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകമായ കരുതൽ വേണ്ട ഒരു ജനവിഭാഗം മത്സ്യത്തൊഴിലാളികളാണ്. പ്രത്യേക വികസനം വേണ്ട ഒരു പ്രദേശം തീരപ്രദേശമാണ് എന്ന് ഗവൺമെന്റിന് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള തുകയാണ് ബഡ്ജറ്റിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് 4 കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്താനാണ് തീരുമാനം. ഒന്ന്, മത്സ്യത്തൊഴിലാളികളുടെ ഭവന നിർമ്മാണം. 2, മെച്ചപ്പെട്ട കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത്. മൂന്നാമത്തത് കടാശ്വാസം. മത്സ്യത്തൊഴിലാളികളുടെ കടാശ്വാസത്തിന് പ്രത്യേകമായൊരു സമീപനം ഉണ്ടാകും. അത് ഈ ബഡ്ജറ്റിൽ ഇപ്പം കൊള്ളിച്ചിട്ടുള്ള തുകയ്ക്ക് പുറമേ ആയിരിക്കും. അതിന് പുറമേ ആയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സമീപനം കടാശ്വാസത്തിൻ്റെ കാര്യത്തിലുണ്ടാകും. 4, മത്സ്യത്തൊഴിലാളികൾ എന്നും പറയുന്ന കാര്യമാണ് മണ്ണെണ്ണ. ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ റീറ്റെയിൽ സെയിലിന് വേണ്ടി തരുന്ന മണ്ണെണ്ണയിൽ ഒരംശം എടുത്ത്, ഒരു ഭാഗം എടുത്ത് കൊടുക്കുന്നതാണ്. പ്രത്യേകമായ മണ്ണെണ്ണയ്ക്ക് സബ്സിഡി ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ബഡ്ജറ്റിൽ 100 കോടി രൂപ വക കൊള്ളിച്ചിട്ടുള്ളത്. കൊല്ലത്ത് ഒരു നെറ്റ് മെൻഡിങ് യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 15 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. മത്സ്യ സ്റ്റാളുകൾ, മാർക്കറ്റിംഗ്, അതിനുവേണ്ടി ബഡ്ജറ്റിൽ തന്നെ 30 കോടി രൂപ കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെയും വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് നീങ്ങും എന്ന് പറയാൻ ആഗ്രഹിക്കുക. മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന, അതിനുവേണ്ടി ഫിഷിംഗ് ഹാർബറുകൾ സ്ഥാപിക്കുന്നതിന് ഇപ്പോൾ അതിനുള്ള നടപടികൾ വേഗത്തിലാക്കി തുടർന്നും കൂടുതൽ ഫിഷിംഗ് ഹാർബേഴ്സ് തുടങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഴിഞ്ഞം തുറമുഖത്തിന് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കും, ചോദിക്കുന്ന തുക വാങ്ങിയെടുക്കാൻ സാധിക്കുമെന്ന് ഗവൺമെന്റിന് ഉത്തമ വിശ്വാസമുണ്ട്. നമ്മൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരിക. നമ്മൾ ടെൻഡർ ചെയ്യാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് രൂപ വാങ്ങി ആ രൂപ ചെലവഴിക്കുന്നതിന് കാലതാമസം വന്നാൽ നമ്മുടെ സ്ഥിതി എന്താകും? അപ്പോൾ ഈ ഗവൺമെന്റിന് ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ലക്ഷ്യബോധമുണ്ട്.